പരസ്പരം സിദ്ധിക്കാത്തത് കൊണ്ട് പല ഹദീസുകളും അദ്ദേഹം സ്വീകരിച്ചിട്ടില്ല. ഹദീസുകൾക്ക് വിരുദ്ധമായ അഭിപ്രായം അദ്ദേഹം തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ തഫ്സീറുകൾ ഗുരുവര്യന്റെ തഫ്സീറുകൾ ക്രോഡീകരിക്കുകയാണ് സയ്യിദ് മുഹമ്മദ് റഷീദ് റിളാ ചെയ്തിട്ടുള്ളത്. ആ റഷീദ് റിളാ ആ ഗുരുവര്യന്റെ കാൽപ്പാടുകൾ പിന്തുടർന്നുകൊണ്ടാണ് പോന്നിരുന്നത്. പക്ഷേ ജീവിതത്തിന്റെ അവസാന കാലത്ത് ഹിജാസുമായുള്ള ബന്ധം, സൗദി അറേബ്യയുമായുള്ള ബന്ധം, മംലക്കത്തുൽ അറബിയ്യത്ത് സൗദിയയിലെ അഗാധ പാണ്ഡിത്യമുള്ള പണ്ഡിതന്മാരുമായുള്ള ബന്ധം അദ്ദേഹത്തെ ഹദീസിന്റെ പഠനത്തിൽ സുന്നത്തിന്റെ കാര്യത്തിൽ കൂടുതൽ അടുപ്പമുണ്ടാക്കുകയും തന്റെ പഴയ വീക്ഷണത്തിൽ നിന്ന് പലരിൽ നിന്നും അദ്ദേഹം അവസാന കാലത്ത് പിന്തിരിയുകയും ചെയ്തു. എന്നാൽ ഈ സുന്നത്തിന് വിരുദ്ധമായ അഭിപ്രായം തന്റെ ഗുരുവര്യനായ മുഹമ്മദ് അബ്ദു പറഞ്ഞത് റഷീദ് റിളാ ക്രോഡീകരിച്ച മുഹമ്മദ് അബ്ദുവിന്റെ തഫ്സീറിൽ കാണപ്പെടുന്നുവെങ്കിൽ ആ ഒറ്റപ്പെട്ട അഭിപ്രായമല്ല നമ്മൾ സ്വീകരിക്കേണ്ടത്. മുസ്ലിം പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ തന്നെ കഴിഞ്ഞകാല പണ്ഡിതന്മാരിൽ ഫിലോസഫർമാരുണ്ട്, ഗോളശാസ്ത്രജ്ഞന്മാരുണ്ട്. ഏതുപോലെ ഇബ്നു റുഷ്ദിനെ പോലുള്ള ആളുകൾ. ഇബ്നു റുഷ്ദ് ഫൈലസൂഫാണ്, ഇബ്നു റുഷ്ദ് ഫലക്കിയാണ്, ഇബ്നു റുഷ്ദ് മുജ്തഹിദായ ഫഖീഹാണ്. ആ മുജ്തഹിദായ ഫഖീഹും അതേപോലെ തന്നെ ഫലക്കിയും അതേപോലെ തന്നെ ഫൈലസൂഫുമായ ആ ഇബ്നു റുഷ്ദ് അദ്ദേഹം പോലും രേഖപ്പെടുത്തുന്നത് നമ്മളൊക്കെ ഗോളശാസ്ത്രം എന്ന് പറയുകയല്ലാതെ എനിക്കറിയാം ഇവിടെ കൂടിയിരിക്കുന്ന ഗോളശാസ്ത്രമാണ് അവതരിപ്പിക്കേണ്ടതെന്ന് ആര് പറഞ്ഞാലും അതല്ല എന്ന് പറഞ്ഞാലും ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ ഗോളശാസ്ത്ര കണക്കുകൾ സ്വന്തമായി കണക്ക് കൂട്ടി മനസ്സിലാക്കുവാൻ, ഒരു കൃത്യമായ കണക്കും ആളുകളുടെ മുമ്പിൽ എടുത്തു വെക്കുവാൻ അതിനെപ്പറ്റി ഉമ്മിയല്ല ഞാൻ. എനിക്കതിനെപ്പറ്റി അറിയാം. ഈ ഖുർആനായത്ത് ഓതുന്നത് പോലെ, ഈ ഹദീസ് ഓതുന്നത് പോലെ, ഈ കിതാബ് വായിക്കുന്നത് പോലെ, ഈ ആശയം ഞാൻ നിങ്ങളുടെ മുമ്പാകെ സമർപ്പിക്കുന്നത് പോലെ ഗോളശാസ്ത്ര കണക്കുകൾ അത് അവലംബിച്ചുകൊണ്ട് ആസ്ട്രോണമി പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കണക്ക് കൂട്ടിക്കൊണ്ട് ചന്ദ്രോദയവും സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും അതുപോലെ ചന്ദ്രാസ്തമനവും ഇതൊക്കെ തന്നെ കണക്ക് കൂട്ടി പറയാൻ കഴിയുകയില്ല എന്ന് പറയാവുന്ന ആരെങ്കിലും ഈ ഇരിക്കുന്ന സദസ്സിൽ പോലും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെയൊക്കെ സംസാരം കേട്ടുകൊണ്ട് ഗോളശാസ്ത്രമാണ് സ്വീകരിക്കേണ്ടതെന്ന് പറയുകയും അതൊക്കെ ഉന്നീയങ്ങളായ ആളുകൾക്ക് ആ കാലഘട്ടത്തിൽ മാത്രമാണ് കാഴ്ച, ആ കാലഘട്ടം നിന്ന് മാറിയിരിക്കുന്നു എന്ന് നമ്മുടെ സംസാരം മാത്രം കേട്ടുകൊണ്ട് സംസാരിക്കുന്ന നമ്മുടെ പിന്നിൽ നിൽക്കുന്ന ആളുകളും ഈ ഗോളശാസ്ത്രത്തെ സംബന്ധിച്ച് വിവരമുള്ളവരല്ല എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. ഒരു കാര്യം കൂടി ഞാൻ ഇവിടെ കൂട്ടിച്ചേർക്കുകയാണ്. കണക്കാണ് സ്വീകരിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഏത് കണക്കാണ്? ഒരുപക്ഷെ പല ആളുകളും കണക്ക് എന്ന് പറയുമ്പോൾ വിചാരിക്കുന്നത് 1+1=2 എന്ന് പറഞ്ഞാൽ തെറ്റില്ല. ഇതുപോലെ തെറ്റാത്ത വിധത്തിലുള്ള കൃത്യമായൊരു കണക്കാണ് ഗോളശാസ്ത്ര കണക്ക്. അതുകൊണ്ട് ആ കണക്ക് സ്വീകരിക്കാം, അതിന് രണ്ട് അഭിപ്രായം ഉണ്ടാവാനും ഫലമില്ല എന്നൊക്കെയാണ് പലരും ധരിച്ചു വെച്ചിട്ടുള്ളത്. പക്ഷേ കണക്ക് സ്വീകരിക്കണമെന്ന് പറയുമ്പോൾ സങ്കീർണതകൾ ഏറെയാണ്. കണക്കറിയുന്നവർക്കിടയിൽ തന്നെ സങ്കീർണതകൾ ഏറെയാണ്. കാഴ്ചയുടെ കാര്യത്തിൽ ഇഖ്തിലാഫുൽ മഖാലി ആണ് വാസ്തവത്തിൽ ഒരു സങ്കീർണതയിലേക്ക് എത്തിക്കുന്ന കാര്യം. അത് ഒട്ടും സങ്കീർണമല്ല. നമുക്ക് ഞാൻ പറഞ്ഞു മാസപ്പറവി നിർണയത്തിൽ പരിഗണിക്കപ്പെടേണ്ടത് റുവിയത്തോ അതല്ല ഗോളശാസ്ത്ര കണക്കോ എന്ന് തീരുമാനിച്ചതിന് ശേഷം അവിടെ മത്ലഅ് പരിഗണിക്കേണ്ടതുണ്ടോ ഇല്ലയോ എന്ന വിഷയം നമുക്ക് ചർച്ചക്കെടുക്കാവുന്നതാണ് എന്ന് ഞാൻ സൂചിപ്പിച്ചു. അതുകൊണ്ട് അത് സങ്കീർണമല്ല. അതിനേക്കാൾ സങ്കീർണം ഗോളശാസ്ത്ര കണക്കിനെ അവലംബിക്കലാണ്. ഏതാണ് ഗോളശാസ്ത്ര കണക്ക് എന്ന് നിങ്ങൾ അന്വേഷിച്ചാൽ അത് സ്വീകരിക്കണമെന്ന് പറയുന്നവർ 4 തട്ടിലാണ് നിൽക്കുന്നത്. ഒരു വിഭാഗം പറയുന്നു ഈ ന്യൂ മൂണാണ് അവലംബിക്കേണ്ടത് എന്ന്. ന്യൂ മൂൺ എന്നതിന് അല്ലാഹുവിന്റെ റസൂൽ ഉപയോഗിച്ചിട്ടുള്ള, അല്ലാഹു വിശുദ്ധ ഖുർആനിൽ ഉപയോഗിച്ചിട്ടുള്ള യസ്അലൂനക അനിൽ അഹില്ല ഖുൽ ഹിയ മവാഖീതു ലിന്നാസി വൽ ഹജ്ജ് എന്ന് വിശുദ്ധ ഖുർആനിൽ ഉപയോഗിച്ച ഹിലാൽ എന്ന പദം ന്യൂ മൂണിന് ഉപയോഗിക്കില്ല എന്ന് പോലും വിവരമില്ലാത്തവരാണ് അതിനുവേണ്ടി പലപ്പോഴും വാദിക്കാറുള്ളത് എന്നത് എനിക്ക് സങ്കടമാണ്. ഞാൻ അലി മണിപ്പാന്റെ ചർച്ചയിൽ ഒരു പ്രാവശ്യം അത് കേൾക്കാൻ വേണ്ടി പങ്കെടുത്തിരുന്നു. അന്ന്
സംസാരിക്കേണ്ടി വരികയും ചെയ്തു. അദ്ദേഹത്തിന്റെ ഈ വിഷയത്തിലുള്ള അറിവ് കേട്ടപ്പോൾ വട്ടപൂജ്യമാണ്. മതപരമായ അറിവാണെങ്കിലും ശാസ്ത്രസംബന്ധമായ അറിവാണെങ്കിലും വട്ടപൂജ്യമാണെന്ന് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന്റെ വാദഗതികൾ കേട്ടപ്പോൾ തന്നെ സാധിച്ചു എന്നത് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ്. ഞാൻ സൂചിപ്പിക്കുന്നത് ഇവിടെ ഈ ഗോളശാസ്ത്ര കണക്ക് എന്ന് പറയുമ്പോൾ ഖുർആൻ പറയുന്നത് ഹിലാലിനെയാണ്. ഹിലാലിനെയാണ്, അതാണ് അവരെത്തിക്കേണ്ടതെന്നാണ്. ഇദാ റഅയ്തുമുൽ ഹിലാല എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. ആ ഹിലാൽ എന്ന് പറയുന്നത് ന്യൂമൂൺ അല്ല, ന്യൂമൂണാണ് അവരെത്തിക്കേണ്ടത്. എപ്പോൾ ന്യൂമൂൺ ഉണ്ടാകുന്നു എന്ന് കണക്ക് കൂട്ടി ആ ന്യൂമൂൺ ഉണ്ടാകുന്ന സമയം അത് മാസം മാതിയതായി പരിഗണിച്ച് ആ കണക്കിന്റെ അടിസ്ഥാനത്തിൽ നോമ്പെടുക്കണം. അതേപോലെ തന്നെ നോമ്പ് അവസാനിപ്പിക്കണം എന്നതാണ് ഒരു വാദം. രണ്ടാമത്തെ വാദം, ന്യൂമൂൺ ഉണ്ടാകുന്ന കണക്കല്ല അവരെത്തിക്കേണ്ടത്. പിന്നെ എന്തുവാ അവരെത്തിക്കേണ്ടത്? ഹിലാൽ എപ്പോഴാണ്, ചന്ദ്രക്കല എപ്പോഴാണ് ഉണ്ടാകുന്നത്, ആ ന്യൂമൂൺ എപ്പോഴാണ് ഒഴിവാകുന്നത്, ആ സമയം അത് കണക്ക് കൂട്ടിക്കണ്ട് ആ കണക്കാണ് സ്വീകരിക്കേണ്ടത്. അതാണ് ഗോളശാസ്ത്രം എന്നതുകൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് രണ്ടാമതൊരു കക്ഷി പറയുന്നു. അതാണോ സ്വീകരിക്കേണ്ടത് എങ്കിൽ ആദ്യം പറഞ്ഞത് തള്ളിക്കളയാൻ എന്താണ് ന്യായം? ആ കണക്ക് പറ്റില്ലെന്ന് പറയാൻ എന്താണ് ന്യായം? അത് രണ്ടാമത്തെ കണക്കുകാർക്ക് സമർത്ഥിക്കാൻ കഴിയാറില്ല. ഒന്നാമത്തെ കണക്കുകാർക്ക് രണ്ടാമത്തെ കണക്ക് തെറ്റാണ് എന്ന് സമർത്ഥിക്കാൻ അവർക്കും കഴിയുന്നില്ല. മൂന്നാമത്തെ ഗോളശാസ്ത്ര കണക്ക് സ്വീകരിക്കണമെന്ന് പറയുന്നവരുടെ വാദം, മക്കത്ത് എപ്പോഴാണോ ചന്ദ്രക്കല ഹിലാൽ വെളിവാകുന്നത് അത് കണക്ക് കൂട്ടിക്കണ്ട് മക്കയെ കേന്ദ്രമായി അംഗീകരിച്ച് അതാണ് സ്വീകരിക്കേണ്ടത് എന്നതാണ് മൂന്നാമത്തെ കണക്കുകാരുടെ മൂന്നാമത്തെ കണക്ക്. ഈ മക്കയിൽ ചന്ദ്രക്കല കാണുന്നത് അവലംബിക്കണം എന്നതിന് എന്താണ് തെളിവെന്ന് ചോദിച്ചാൽ അതിന് അല്ലാഹുവിന്റെ കിതാബിലോ നബിയുടെ സുന്നത്തിലോ പൂർവീകരായ സലഫുകളായ മുജ്തഹിദുകളായ അയിമ്മത്തിന്റെയോ പണ്ഡിതന്മാരുടെയോ ആ മക്കയിലെ പണ്ഡിതന്മാരുടെ പോലും അഭിപ്രായം അവർക്കതിനെ തെളിവായി ഉദ്ധരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് വസ്തുത. എന്നാൽ നാലാമത്തെ വാദം, ഓരോ പ്രദേശങ്ങളിലും മസ്ലഹ പരിഗണിക്കണമെന്ന് പറയുന്നവരും കണക്കംഗീകരിക്കണം എന്ന് പറയുന്നവരുടെ കൂട്ടത്തിലുണ്ട്. മസ്ലഹ പരിഗണിക്കാൻ പാടില്ല എന്ന് പറയുന്നവരും കണക്കംഗീകരിക്കണം എന്ന് പറയുന്നവരുടെ കൂട്ടത്തിലുണ്ട്. എന്നാൽ കണക്ക് അംഗീകരിക്കുന്നതിൽ മസ്ലഹ പരിഗണിക്കണം എന്ന് പറയുന്നവർ പറയുന്നത് അതാത് പ്രദേശങ്ങളിൽ കണക്കനുസരിച്ച് എന്നാണോ ചന്ദ്രക്കല ദൃശ്യമാകേണ്ടത് അത് ദൃശ്യമായാലും ഇല്ലെങ്കിലും ആ മസ്ലഹയിൽ ചന്ദ്രക്കല ഉണ്ടെങ്കിൽ കണക്കിന്റെ അടിസ്ഥാനത്തിൽ സ്ഥിരപ്പെട്ടതുകൊണ്ട് നോമ്പ് പിടിക്കാം, പെരുന്നാൾ ആഘോഷിക്കാം എന്നാണ് പറയുന്നത്. പറയൂ, കണക്കാണ് സ്വീകരിക്കേണ്ടതെങ്കിൽ ഈ 4 കണക്കുകളിൽ ഏത് കണക്കാണ് ശരി? ഈ 4 കണക്കുകളിൽ ഇന്ന കണക്ക് സ്വീകരിക്കണമെന്ന് അള്ളാഹ് പറഞ്ഞിട്ടുണ്ടോ, നബി പറഞ്ഞിട്ടുണ്ടോ? മറ്റു 3 തെറ്റാണ് എന്നതിന് എന്താണ് തെളിവ്? ഗോളശാസ്ത്ര കണക്ക് തെളിവാക്കണമെന്ന് പറയുമ്പോൾ അതിൽ ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ സങ്കീർണമാണ്, അതിസങ്കീർണമാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ ഇതുപോലെ തന്നെ കാഴ്ചയാണ് അവലംബിക്കേണ്ടത് എന്ന് പറയുമ്പോൾ വരുന്ന ഒരു പ്രശ്നം ഇതേപോലെ തന്നെ ഇവിടെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഞാൻ സൂചിപ്പിച്ചതുപോലെ അതാത് സ്ഥലങ്ങളിൽ വ്യത്യസ്തമാണെങ്കിലോ അതിനെ സംബന്ധിച്ചിടത്തോളം മസ്ലഹയുടെ കാര്യം ഈ വിഷയത്തിൽ തീരുമാനമായി നമ്മൾ രണ്ടാമത് ചർച്ചക്കെടുക്കുമ്പോൾ മാത്രം ആ കാര്യത്തിലേക്ക് പ്രവേശിക്കാം എന്നാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുന്നത്. എനിക്ക് അവസാനമായി ഒരു കാര്യം കൂടി ശ്രദ്ധയിൽ കൊണ്ടുവരാനുണ്ട്. ഈ കണക്ക് സ്വീകരിക്കണമെന്ന് പറയുന്ന ആളുകൾ എന്തിനു വേണ്ടിയാണെന്ന് പറയുന്നത്? ലോകാടിസ്ഥാനത്തിൽ മുസ്ലിമീങ്ങളെ ഏകീകരിക്കണം. ലോകാടിസ്ഥാനത്തിൽ മുസ്ലിമീങ്ങളെ ഏകീകരിക്കണമെങ്കിൽ അവരുടെ നമസ്കാരം ഏകീകരിക്കാൻ, അവരുടെ നോമ്പ് ഏകീകരിക്കാൻ, അവരുടെ പെരുന്നാൾ ഏകീകരിക്കാൻ നമുക്ക് കണക്കാണ് അവലംബിക്കുന്നതെങ്കിൽ ഏകീകരിക്കാൻ സാധിക്കും. ഒരേ സമയത്ത് നമസ്കരിക്കുന്നത് പോലെ, ഒരേ സമയത്ത് നോമ്പെടുക്കുന്നത് പോലെ, ഒരേ സമയത്ത് ഹജ്ജ് ചെയ്യുന്നത് പോലെ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇവിടെ നോമ്പ് നമ്മൾ കണക്കിന്റെ അടിസ്ഥാനത്തിൽ എടുക്കുന്നു, അതിൽ നമുക്ക് ഏകീഭാവമുണ്ട്. എന്നാൽ ഹജ്ജ് ഒരേ സമയത്ത് ചെയ്യുന്നു, അതൊരു സ്ഥലത്തായതുകൊണ്ട് ഏകീഭാവമുണ്ട്. നോമ്പും പെരുന്നാളും കൂടി അതുപോലെ ആക്കിക്കൂടെ എന്നാണ് ചോദിക്കാറുള്ളത്. ആ ചോദ്യം കേട്ടാൽ ചോദിപ്പോവും, ഇവിടെ എല്ലാവരും ഒരേ സമയത്താണ് നമസ്കരിക്കുന്നത് ആണോ? അല്ല. ഇവിടെ നമ്മൾ നമസ്കരിച്ച് 2.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് മക്കത്ത് നമസ്കരിക്കുന്നത്. അവിടെ നമസ്കരിക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ നമസ്കരിക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം അവിടുത്തെ സൂര്യനെ നോക്കിയിട്ട് അവിടുത്തെ
സൂര്യനെ നോക്കാനല്ല, സൂര്യന്റെ ദുരൂക്കും അതിന്റെ ഇസ്തിഖാമത്തും സവാലുമാണ് പറഞ്ഞിട്ടുള്ളത്. സൂര്യനെ നിങ്ങൾ നോക്കണമെന്ന് റസൂൽ പറഞ്ഞിട്ടില്ല, അള്ളയും പറഞ്ഞിട്ടില്ല. നേരെ മറിച്ച് ദുരൂക്കുണ്ടാവുക, അത് അറിയുക എന്നാണ്. ഇസ്തിഖാമത്തുണ്ടാവുക, സവാലുണ്ടാവുക, അത് ബോധ്യപ്പെടുക എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് അതാത് പ്രദേശങ്ങളിൽ അനുഭവപ്പെടുമ്പോഴാണ് നമ്മൾ നമസ്കരിക്കുന്നത്. ഇതുപോലെ തന്നെ ഹജ്ജ് മക്കയിൽ എപ്പോഴാണ്? ലോകത്ത് എവിടെയെങ്കിലും ചന്ദ്രക്കല കണ്ടത് നോക്കിയിട്ടല്ല മക്കയിൽ ഹജ്ജിന്റെ മാസം ഉറപ്പിക്കുന്നത്. അവിടെ മാസം പുറമെ കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ്, അതും കണക്കിന്റെ അടിസ്ഥാനത്തിലുമല്ല, അവിടുത്തെ കാഴ്ചയുടെ അടിസ്ഥാനത്തിലാണ് അവിടെ ഹജ്ജ് ഉറപ്പിക്കുന്നത്. അവിടെ ചെന്നിട്ട് മാത്രമേ ഹജ്ജ് നിർവഹിക്കാൻ സാധിക്കൂ. അതുകൊണ്ടാണ് ഹജ്ജിന്റെ കാര്യത്തിൽ നമുക്ക് ഒരു ഏകീകരണം സാധിക്കുന്നത്. ഇതുപോലെ നോമ്പും അതാത് സ്ഥലങ്ങളിൽ ഒരു കണക്കിന്റെ അടിസ്ഥാനത്തിൽ ഏകീകരിക്കാൻ സാധിക്കുമെന്ന് നമ്മൾ ചിന്തിച്ചാൽ അത് ബുദ്ധിശൂന്യമാണ്. നമ്മുടെ പ്രായോഗിക ചിന്തയുടെ കുറവ്, നമ്മുടെ ചിന്തയുടെ വ്യാപ്തിയുടെ കുറവ്, അതേപോലെ തന്നെ ലോക പരിജ്ഞാനത്തിന്റെ കുറവ്, ഇത് മാത്രമാണ് അങ്ങ് ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേരാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് എന്നാണ് എനിക്ക് വളരെ ലളിതമായി സൗമനസ്യത്തോടുകൂടി സൂചിപ്പിക്കുവാനുള്ളത്. കാരണം മറ്റൊന്നുമല്ല, ഇത് അസാധ്യമാണ്. ഭൂമി, ഈ ഗോളാകൃതിയിലുള്ള ഈ ഭൂമിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പകലാണെങ്കിൽ മറുഭാഗത്ത് രാത്രിയാണ് അനുഭവപ്പെടുന്നത്. ഇന്ന് കൃത്യമായി നമുക്ക് ഇപ്പോൾ അമേരിക്കയിലെ സമയം അറിയാൻ സാധിക്കും. ഇവിടെ നോമ്പ് തുടങ്ങുമ്പോൾ അവിടെ അതേ സമയത്ത് തുടങ്ങാൻ സാധിക്കില്ല. അപ്പോൾ ഷിയാക്കളുടെ വാദമായ നോമ്പ് തുടങ്ങാൻ ഒരു സമയം, അത് നോമ്പ് തുടങ്ങേണ്ടത് എപ്പോൾ മുതൽ എപ്പോൾ വരെയെന്ന് ഖുർആൻ തന്നെ പഠിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കഴിയില്ല. എപ്പോഴായാലും വിരോധമില്ല എന്ന നിലപാടിലേക്കൊക്കെ നീങ്ങേണ്ടി വരും. അത് ഷിയാക്കളിൽ നിന്ന് കടന്നു വന്നിട്ടുള്ള വാദം കൂടിയാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഇപ്പോ ഇവിടെ ഈ തമിഴ്നാട്ടിൽ ഇവിടെ മുസ്ലിമീങ്ങൾ പല തട്ടിലായിട്ടാണ് നോമ്പും പെരുന്നാളും ആഘോഷിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഇവിടെ തന്നെ ജമിയത്ത് അഹ്ലുൽ ഖുർആൻ വൽ ഹദീസ് സലഫി ചിന്താഗതിക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരും യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ വ്യത്യസ്ത വീക്ഷണങ്ങളിലാണ് ഉള്ളത്. ഇവിടെ സലഫുകൾ ലോകാടിസ്ഥാനത്തിൽ സ്വീകരിക്കുന്ന ആ തത്വത്തിൽ നമ്മൾ നിൽക്കുകയാണെങ്കിൽ സലഫികളോടൊപ്പം നമ്മൾ ഉണ്ട് എന്ന് നമുക്ക് വിചാരിക്കാം. മറിച്ച് ലോകത്തെ മുഴുവനും ഒന്നിപ്പിക്കണമെന്ന് വിചാരിച്ച് ജമിയത്ത് അഹ്ലുൽ ഖുർആൻ വൽ ഹദീസിൽപ്പെട്ട കുറച്ച് ആളുകൾ മാത്രം ഈ ഒരു മാനവിക ഐക്യം ലക്ഷ്യം വെച്ചുകൊണ്ട് കണക്ക് സ്വീകരിക്കണമെന്ന് പറഞ്ഞാൽ അത് ഇന്ന് മുസ്ലിം ലോകത്ത് മാസപ്പുറമയുടെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ള ഛിദ്രതയുടെ, ഭിന്നതയുടെ, കക്ഷിത്വത്തിന്റെ, ഭിന്നിപ്പിന്റെ എണ്ണങ്ങളിൽ ഒരെണ്ണം കൂടി അധികരിപ്പിക്കൽ മാത്രമാണ്. ഈ തമിഴ്നാട്ടിൽ സലഫികളായ അഹ്ലുൽ ഖുർആൻ വൽ ഹദീസിന്റെ ആളുകൾ അവരിതുവരെ ചെയ്തു പോകുന്നതിൽ നിന്ന് ഭിന്നമായി ഒരു ഭാഗം ആളുകൾ കൂടി പുതിയൊരു കാഴ്ചപ്പാടുകൾ കൂടി ആയി മാറും എന്നതല്ലാതെ ഏകീകരിക്കുവാൻ അതുവഴി ഇവിടെ പോലും സാധിക്കുകയില്ല. എന്നിട്ടല്ലേ ഇന്ത്യ രാജ്യത്ത് സാധിക്കുന്നത്, എന്നിട്ടല്ലേ ലോകാടിസ്ഥാനത്തിൽ സാധിക്കുന്നത്. എനിക്ക് ഒരു വാചകം കൂടി 45 മിനിറ്റ് എന്നത് ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ കുറെ സമയം സംസാരിച്ചു, അതുകൊണ്ട് സംസാരിക്കുകയല്ല, മറിച്ച് ഒരു വാചകം കൂടി സംബന്ധമായി നിങ്ങളെ കേൾപ്പിക്കേണ്ടതുള്ളത് കൊണ്ട് ഞാനൊരു വാചകം കൂടി കേൾപ്പിക്കട്ടെ. ഇവിടെ മദ്രസ പോലും പരിഗണിക്കേണ്ടതില്ല എന്ന് വാദിക്കുന്ന പണ്ഡിതന്മാരിൽ ആ കൂട്ടത്തിൽ പ്രഗത്ഭനായ അല്ലാമ അൽബാനിയുടെ വാദം ഇപ്രകാരം: كل دولة أن يصوم مع دولته ولا ينقسم على نفسه فيصوم بعضهم معها وبعضهم مع غيرها تقدمت في صيامها أو تأخرت لما في ذلك من توسيع دائرة الخلاف في الشعب الواحد كما بقى في بعض الدول العربية منذ بضع سنين والله المستعان. എന്ന് ഈ വാചകം ഗൗരവത്തോടെ ചിന്തിക്കേണ്ടതാണ്. നമ്മുടെ മനസ്സിലുള്ള ചിന്തകൾ നമുക്ക് വീണ്ടും വീണ്ടും ആലോചിക്കാം, വീണ്ടും വീണ്ടും ചിന്തിക്കാം. ചിന്തിക്കുന്ന പണ്ഡിതന്മാരുടെ മുമ്പിൽ ചിന്തയ്ക്ക് വെക്കാം. പ്രയോഗവൽക്കരണത്തിൽ തീരുമാനമെടുക്കുന്നതിൽ കൂടുതൽ കൂടുതൽ കൂലക്ഷമായി തെളിവുകളോടൊപ്പം നിന്നുകൊണ്ട് മുസ്ലിം ലോകത്തോടൊപ്പം സെലഫികളോടൊപ്പം നിന്നുകൊണ്ടായിരിക്കണം. പ്രമാണങ്ങളോടുള്ള സമീപനത്തിൽ നിന്ന് തെന്നിമാറാതെയായിരിക്കണം. ഇസ്ലാമിക രാഷ്ട്രങ്ങൾ മുഴുവനും മാസപ്പുറവിയുടെ കാര്യം
കാര്യത്തിൽ ഏകീകരിക്കുന്നത് വരെ ഞാൻ അഭിപ്രായപ്പെടുന്നത് ഓരോ രാഷ്ട്രത്തിലുമുള്ള രാജ്യത്തുമുള്ള ആളുകൾ ആ രാജ്യത്തുള്ള ആളുകളോടൊപ്പം ഒരു മുസ്ലിം രാജ്യത്ത് ഗോളശാസ്ത്ര കണക്കനുസരിച്ച് ലോകിതമായി പറഞ്ഞിട്ടുള്ള പണ്ടുകാലം മുതൽക്ക് തന്നെ ഒരേ രൂപത്തിൽ സ്വീകരിച്ചു വരുന്ന ഈ രണ്ടാമത് മാത്രമാണ് ഇസ്ബാത്തുൽ മാനദണ്ഡം. അഥവാ ഒന്നുകിൽ ശരണിയ അല്ലെങ്കിൽ 30 പൂർത്തിയാക്കുക എന്നതാണ്. ഇതാണ് ഞാൻ ഈ ചുരുങ്ങിയ 45 മിനിറ്റിനുള്ളിൽ നിങ്ങളുടെ മുമ്പാകെ വെച്ചത്. സർവശക്തൻ കാര്യങ്ങൾ മനസ്സിലാക്കാനും അത് ചിന്തിച്ച് ഗ്രഹിക്കുവാനും സത്യം മനസ്സിലായാൽ അത് സ്വീകരിക്കുവാനുള്ള ഒരു സന്മനസ് തൗഫീഖ് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതുമായ വിഷയത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട ചർച്ചയിലാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഈ ചർച്ചയുടെ പ്രാധാന്യം കേരളത്തിൽ ജനിച്ചു വളർന്ന എന്നെപ്പോലുള്ള ഒരു മൗലവിയോ അല്ല ഞാൻ എന്നുള്ളത് ആദ്യമായി ഞാനിവിടെ ഉണർത്തുകയാണ്. ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു കാര്യം നമ്മൾ ആദ്യമായി മനസ്സിലാക്കേണ്ടത്, ഇവിടെ ആമുഖ പ്രസംഗത്തിൽ ബഹുമാന്യനായ അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞതുപോലെ മുസ്ലിങ്ങൾക്കിടയിൽ പിന്നീട് കടത്തിക്കൂട്ടിയ മുസ്ലിങ്ങളുടെ ശത്രുക്കളുടെ ഒരു ചതിപ്രയോഗത്തിന്റെ ഭാഗമാണോ ഈ കണക്ക് കൂട്ടണമെന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും യോജിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് എന്നുള്ളത് നമ്മുടെ, അഥവാ ഞാൻ ഇതിനു മുമ്പ് പ്രവർത്തിച്ചിരുന്ന പ്രസ്ഥാനത്തിന്റെ നിലപാടുകൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം. കാരണം അവിടെ വ്യക്തമായ സാക്ഷികൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ്, മാസപ്പിറവിയെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് വന്നാലും ഞങ്ങളുടെ പ്രസ്ഥാനം അതിനോട് സ്വീകരിച്ചിട്ടുള്ള നിലപാടെന്തായിരുന്നു എന്ന് പറഞ്ഞാൽ കണക്ക് കൊണ്ട് കാണാൻ സാധ്യതയില്ല എന്നും അതുകൊണ്ട് നിങ്ങൾ കണ്ടതിനെ ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറയുകയും അങ്ങനെ കണ്ണുകൊണ്ട് കണ്ടു എന്നുള്ള സാക്ഷ്യത്തിനെ കണക്ക് കൊണ്ട് തള്ളിക്കളയുകയുമാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ കണക്ക് മുസ്ലിങ്ങളുടെ ശത്രുക്കൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കണക്കാണെങ്കിൽ ആ കണക്ക് കൊണ്ട് എങ്ങനെയാണ് കണ്ടതിനെ തള്ളിക്കളയുക? കാണാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞിട്ടുള്ളത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? കണക്കിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. എന്ന് പറഞ്ഞാൽ സൂര്യൻ അസ്തമിക്കുന്നതിന്റെ ഇത്ര നിമിഷം, ഇത്ര മിനിറ്റ് മുന്നേ അസ്തമിച്ച ചന്ദ്രനെ കണ്ണുകൊണ്ട് കാണില്ല എന്ന് പറഞ്ഞത് ഈ വിഷയത്തിൽ ഇന്നുള്ള ഇവിടെ കൂടിയിരിക്കുന്ന ആളുകൾ കൂടെ ഉമ്മിയാണ് എന്ന് അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞതിനടുത്ത് നമ്മൾ ഓരോരുത്തരും ഉമ്മിയാണെങ്കിൽ എങ്ങനെയാണ് ഈ ഉമ്മിയായ നമ്മൾ ഈ വിഷയത്തിൽ തള്ളിക്കളഞ്ഞത്? ഈ ചോദ്യമാണ് എന്നെപ്പോലുള്ള ആളുകളെ വിഷയം പഠിക്കണമെന്ന് ഈ വിഷയത്തിലേക്ക് തിരിച്ചുവിട്ടത്. ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം ഇനിയും ഒരുപാട് നമ്മൾ പഠിക്കേണ്ടതും അറിയേണ്ടതും ചർച്ച ചെയ്യേണ്ടതുമുണ്ട് ഒരു തീരുമാനത്തിൽ വരുന്നതിന് മുമ്പായി. അപ്പൊ ഈ വിഷയത്തിലുള്ള ഈ ഒരു പോരായ്മ കണക്കിനെയാണ് നമ്മൾ രണ്ട് കക്ഷികളും തെളിവാക്കുന്നത് എന്നതിന് ഈ നിലപാട് തന്നെ വളരെ കൃത്യമായ തെളിവാണ്. ഇനി ഇങ്ങനെ തള്ളിക്കളയാൻ ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നുമാണോ തെളിവ് ധരിച്ചത് എന്ന് പറഞ്ഞാൽ അല്ല, മറിച്ച് ഇമാം സൂഫിയെ പോലെയുള്ള ശാഫി മദ്ഹബിലെ പണ്ഡിതന്മാരുടെ ഉദ്ധരണികൾ ഉദ്ധരിച്ചാണ് നമ്മൾ പലപ്പോഴും അതിനെ ഖണ്ഡിച്ചു വന്നിട്ടുള്ളത് എന്നുകൂടി അറിയുമ്പോൾ ഖുർആനും സുന്നത്തുമാണ് പ്രമാണം എന്ന് പറയുന്നതിൽ നിന്ന് അത് വ്യത്യസ്തമല്ലേ എന്നിവിടെ ചിന്തിക്കേണ്ടതുണ്ട്. ഇനിയുള്ളത് ഖുർആനിലോ ഹദീസിലോ ഹിസാബിനെ അഥവാ ചന്ദ്രന്റെയും സൂര്യന്റെയും കണക്കുകൾ അറിയുന്ന ഒരു സമൂഹം ആ കണക്ക് കൂട്ടി കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന് ഖുർആനിലോ സുന്നത്തിലോ എവിടെയെങ്കിലും അതിനെ നിഷേധിക്കുകയോ അതിനെ നിരുത്സാഹപ്പെടുത്തുകയോ ചെയ്യുന്ന ഏതെങ്കിലും ഭാഗമുണ്ടെങ്കിൽ എന്റെ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ ആ ഭാഗം ഞങ്ങൾ സൂചിപ്പിച്ചു തരണം എന്നുണർത്തുകയാണ്. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം
എന്നാൽ നമ്മളെല്ലാവരും ഇവിടെ ഓർക്കേണ്ട ഒരു വിഷയം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ഹിലാൽ എന്ന് പറയുന്നത് ഒന്നാണ് എന്ന് പറയുന്നു. അതിന് ഞങ്ങൾക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. ഒന്ന് ആരംഭിക്കേണ്ടത് ന്യൂ മൂണിൽ നിന്നാണ്, അന്നല്ല ഞങ്ങൾ വാദിക്കുന്നത്. ഈ ഒരു തെറ്റിദ്ധാരണയാണ് ഈ വിഷയത്തിന്റെ മർമ്മം. ഞങ്ങൾ പറയുന്നത് എന്താണ്? ഒന്ന് എന്ന ഒന്ന് ഉണ്ടാകണമെങ്കിൽ സീറോ എന്ന ഒന്ന് ഉണ്ടാകണം. എവിടെയാണ് ഈ സീറോ? ഈ സീറോ കാൽ, അര, മുക്കാൽ ശേഷമാണ് ഒന്ന്. എങ്കിൽ ഈ സീറോ എവിടെയാണ്? ആദ്യം ഹിലാൽ ഖുർആൻ പറഞ്ഞു. ഖുർആൻ അവസാനിപ്പിച്ചത് ഹത്താ ആദൽ ഉർജൂനുൽ ഖദീം. ഈ ഉർജൂനുൽ ഖദീമാണ് ഏറ്റവും അവസാനമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ശേഷം അടുത്തത് ആരംഭമായി എന്നത് ഒരു സാധാരണമായി ഖുർആനിൽ നിന്ന് കിട്ടുന്ന വിഷയമാണ്. ഇവിടെയുള്ള പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, ഖുർആനും സുന്നത്തുമാണ് പ്രമാണമെന്ന് പറയുകയും ഖുർആനിലെ ഹദീസ് കൊണ്ട് നിഷേധിക്കുകയും ചെയ്യുന്ന ഒരു പുതിയ പ്രവണതയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഖുർആനും ഹദീസുമാണ് പ്രമാണമെന്ന് പറഞ്ഞിട്ട് ഖുർആനിലെ ഹദീസ് കൊണ്ട് തള്ളിക്കളയും. ഖുർആൻ കൃത്യമായി പറഞ്ഞു, പവൻ ഖുർആൻ കൃത്യമാണ് പദം പ്രയോഗിച്ചത്. ഷാഹിദാവുക എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പൊ ഒരാൾ കണ്ടു, എല്ലാവരും കാണേണ്ടതില്ല. എന്നാൽ ഇവിടെ അബ്ദുറഹ്മാൻ തനിക്ക് സൂചിപ്പിച്ച ഒരു വിഷയത്തേക്ക് ഞാൻ വീണ്ടും വരികയാണ്. അദ്ദേഹം പറഞ്ഞു, ഒന്നുകിൽ കാണുക അല്ലെങ്കിൽ 30 പൂർത്തിയാക്കുക. ഈ രണ്ട് വഴികളേ ഉള്ളൂ. ഞാൻ പറയുന്നു മൂന്നാമതായി വേറൊരു വഴിയുണ്ട്. അത് ഹദീസിൽ നിന്ന് കിട്ടും. എന്താണ് വഴി? ജിബ്രീൽ അലൈഹിസ്സലാം മുഹമ്മദ് നബിക്ക് വന്ന് അറിയിച്ചു കൊടുത്തു, ഈ മാസം 29 ഉള്ളൂ. മുഹമ്മദ് നബി കാണുകയോ മുഹമ്മദ് നബി കണക്ക് കൂട്ടുകയോ ചെയ്തില്ല. ഈരാവിന്റെ സന്ദർഭത്തിൽ മുഹമ്മദ് നബി തന്റെ ഭാര്യമാരുടെ അടുത്ത് 30 മാസം കഴിഞ്ഞേ വരികയുള്ളൂ എന്ന് പറയുന്ന സന്ദർഭത്തിൽ മുഹമ്മദ് നബി 29ാമത് നാൾ വരുമ്പോൾ മുഹമ്മദ് നബിയോട് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നു, എന്താണ് ഒരു മാസം ആയിട്ട് വരാമെന്ന് പറഞ്ഞ് നിങ്ങൾ ഇപ്പോൾ തന്നെ വന്നത്? അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാസം എന്ന് പറഞ്ഞാൽ അത് 29 ആകാം, അത് 30 ഉണ്ട്, 29 ഉണ്ട്. ഒരു ചില ഹദീസുകളിൽ അത് 29 ആണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള അവതരണം നമുക്ക് കാണാൻ പറ്റും. ഇവിടെ എന്താ സംഭവിക്കുന്നത്? അതാണ് ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് ജിബ്രീൽ അലൈഹിസ്സലാമാണ് ഈ മാസം 29 ഉള്ളൂ എന്ന് അറിയിക്കുന്നത്. ഇവിടെ കാഴ്ചയില്ല. ഇവിടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 30 പൂർത്തിയാക്കുക എന്ന നിയമത്തിലേക്ക് മടങ്ങുന്നില്ല. മറിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ ഇവിടെ ജിബ്രീൽ കൊടുത്ത ആ മെസ്സേജിനെ അടിസ്ഥാനമാക്കിയാണ് ഇവിടെ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം, നമ്മുടെ കാലം, ഈ രണ്ട് കാലത്തിനിടയിൽ ഈ വിഷയം പലപ്പോഴും പറയുമ്പോൾ പല ആളുകളും ഇവിടെ പരിഹസിച്ച് തള്ളുകയാണ്. എന്ന് പറഞ്ഞാൽ ഒരു കാര്യമുണ്ട് എന്ന് നമുക്ക് ബോധ്യമായി, അത് കൃത്യമായി. എന്നാലും കാണണം എന്നൊരു വാശി മുഹമ്മദ് നബിക്കോ സഹാബത്തിനോ ഉണ്ടായിരുന്നു? ഇല്ല. എന്നാൽ ഇന്ന് നമ്മുടെ ഇടയിൽ ഒരു കാര്യം കൃത്യമായി ബോധ്യമുണ്ട്. ഇപ്പോൾ എന്റെ മുമ്പിലുള്ള ഈ കലണ്ടർ അബ്ദുറഹ്മാൻ സലഫിയും അതുപോലെ തന്നെ ബഹുമാനനായ NB സക്കരിയ പോലെ വർക്ക് ചെയ്യുന്ന സ്ഥാപനം നടക്കുന്ന ഈ കലണ്ടർ നമുക്ക് കാണാൻ പറ്റും. ആഗസ്റ്റ് 1 സൂര്യൻ അസ്തമിച്ച് 4 മിനിറ്റിന് ശേഷം ചന്ദ്രൻ അസ്തമിക്കുന്നു. ഈ വരുന്ന ഈ 2008 ആഗസ്റ്റില് ഇവിടെ എന്ത് ചെയ്യുന്നു? ഈ ആഗസ്റ്റ് 4 ചന്ദ്രൻ അസ്തമിച്ച് സൂര്യൻ അസ്തമിച്ച് 4 മിനിറ്റ് നേരം കഴിഞ്ഞുള്ള ആ ചന്ദ്രനെ കാണാൻ സാധ്യതയുണ്ട് എന്ന് ഉറപ്പിച്ച് ആഗസ്റ്റ് 2 സാറ്റർഡേ ഷാബാൻ 1 തീരുമാനിച്ച് പ്രസിദ്ധീകരിച്ച് ആളുകളുടെ കയ്യിൽ കൊടുത്തതിന് ശേഷവും ഈ കണക്ക് മുസ്ലിങ്ങളുടെ ശത്രുക്കൾ ഉണ്ടാക്കിയതാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കണമെന്ന് പറഞ്ഞാൽ അതെന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പണ്ഡിതന്മാർ വിശദീകരിച്ചിരുന്നത്? കാരണം